that one friend who always listen your story without any argument. എത്ര ലക്കിയാണ് നമ്മളൊക്കെ ലൈഫിൽ അല്ലേ? ഒരു പറ്റ സുഹൃത്തുക്കളുമായിട്ട് ജീവിതം തുടങ്ങുന്നവരാണ് നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ട്. പക്ഷെ ഇപ്പം നമുക്ക് വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരെയൊന്നും ചിലപ്പോൾ നമ്മൾ ഡെയിലി കാണില്ല, ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒരു മെസ്സേജ് മതി, ഡാ അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഒരു മിസ് കോളും മതി, അവരെ തിരിച്ചറിയും. അവരോടെല്ലാം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. ഭയങ്കര എന്താ പറയുക, വല്ലാത്ത ഒരു സമാധാനം നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എക്സ്പ്ലെയിൻ ഹൗ ദാറ്റ് പീപ്പിൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും അവർ പറയും തലപോണ കേസൊന്നും അല്ലല്ലോ, വിട്ട് കളയുന്നേ. അത്രയും നമ്മളെ പാമ്പർ ചെയ്യുന്ന, അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും അവര്. പണ്ടൊക്കെ നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗിന്റെ സ്റ്റിക്കറൊക്കെ അയക്കും, ഗുഡ് മോർണിംഗ് പറയും. ഇപ്പൊ നമ്മൾ പറയും ഇതെന്തൊരു ക്രിഞ്ചാണ് അല്ലേ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കൂടെ ഇല്ലാത്തവർ, പ്രത്യേകിച്ച് നാട്ടിലില്ലാത്തവർ, ആ ഒരു ഗുഡ് മോർണിംഗ് നമ്മൾ അങ്ങോട്ട് അയച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരിങ്ങോട്ട് അയച്ചിട്ട് നമ്മളത് റിപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളവർ പോലും നമ്മളിങ്ങനെ അന്വേഷിക്കുന്നുണ്ടാവില്ല. അവരായിരിക്കും നമ്മൾ ആദ്യം അന്വേഷിക്കണം. എന്ത് പറ്റി, ചത്തുപോയോന്നായിരിക്കും നമുക്ക് ആദ്യം മെസ്സേജ് അയക്കണം. അവർക്കൊരു മോക്ഷ തിരക്ക് കാണും. പക്ഷെ നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് അവർ ചിലപ്പോൾ നമ്മളെക്കാളും മോശം കണ്ടീഷനിലായിരിക്കാം. പക്ഷെ നമ്മൾ വിളിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിനവരൊരു സമയം കണ്ടെത്തുക, നമ്മളോട് സംസാരിക്കുകയും നമുക്ക് വേണ്ടുന്ന എന്താണോ നമുക്ക് ആ സമയത്ത് തരേണ്ടത്. നമുക്ക് ചിലപ്പോൾ വെറുതെ കേട്ടിരുന്നാൽ മതിയായിരിക്കും, ഉപദേശമൊന്നും തരേണ്ട വരില്ല. അപ്പോൾ അതിനവർ നമ്മുടെ കൂടെ നിൽക്കും. ഒരു നല്ല കേൾവിക്കാരനാവാൻ, ഒരു നല്ല ചങ്ങാതിയാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു.